ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബോട്ടിലുമേലൊരു ഫോണാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പഴയ കാലത്തെ ടെലിഫോണില്ലേ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത്തരത്തിലുള്ളൊരു ബോട്ടിലാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ മുമ്പൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഈ ഒരു ഫോൺ ചെയ്യാനും ഈ ഒരു കുപ്പി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ കുപ്പിയിലേക്ക് ഇത്തരത്തിലുള്ളൊരു കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച പോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അടപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ കുപ്പിയിലേക്ക് ഇത്തരത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് കുപ്പിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണ്ടേ. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ഇവിടെ എയർ ഡ്രൈ ക്ലേ ഒന്നും ഇരിപ്പില്ല. പിന്നെ ഞാൻ നമ്മുടെ പേപ്പർ ക്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു 3-4 പേപ്പർ ഞാൻ 1 മണിക്കൂർ മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് കീറി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കുതിർന്നതിന് ശേഷം ഞാനതിലെ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ മൊത്തത്തിൽ ഞാൻ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ നല്ലപോലെ നമ്മൾ ഫെവിക്കോൾ ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് എല്ലായിടത്തേക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത്തരത്തിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ക്ലേ ഇവിടെ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ക്ലേ ഉപയോഗിച്ച് നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പേപ്പർ ക്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഓരോ ഡിസൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഡിസൈൻ ആദ്യം നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ച് കുപ്പിയിലേക്കൊന്ന് വരയ്ക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ക്ലേ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഒരു ഡിസൈന് കുപ്പിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ അക്കങ്ങളും ഞാൻ ഈ ഒരു ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അക്കങ്ങളാണ് അടുത്തായിട്ട് ചെയ്തെടുക്കുന്നത്. അതും ഞാൻ ക്ലേ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതും ക്ലേ വെച്ച് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇതിനും നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് ഇല്ലേ, അതുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ മുത്തോ മറ്റോ ആണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ക്ലേ വെച്ചിട്ട് കുറച്ചേറെ ക്ലേ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു കീസൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഞാൻ നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ടും ഒരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എയർ ഡ്രൈ ക്ലേ അപേക്ഷിച്ച് ഉണങ്ങി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എയർ ഡ്രൈ ക്ലേ പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ ഇത് 1 ദിവസത്തോളം നമ്മൾ വെക്കണം. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ എടുത്താലായിരിക്കും ചിലപ്പോൾ ഇത് ഉണങ്ങി കിട്ടുന്നത്. പക്ഷേ ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് പറഞ്ഞു പോരുമോ അടർന്നു വരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല കട്ടിയോടുകൂടി തന്നെ പിന്നെ ഇത് കുപ്പിയിലിരുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് റിസീവർ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ ഒരു പ്ലാസ്റ്റിക് വളയുണ്ടായിരുന്നു, അതൊന്ന് ഒടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒടിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഗ്രമൊക്കെ ഇതേപോലെ നല്ല കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിലുള്ളൊരു പേപ്പർ എടുത്ത് അതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ കൈയൊന്നും മുറിയോ എന്നുള്ള ടെൻഷനും വേണ്ട. അതുപോലെ തന്നെ ഇത്തിരി ഒരു വീതിയും തോന്നിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോട്ടിലിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്കിത് ഇരുവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതായി കാണുന്ന പോലെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ബ്ലൂ കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ആണെങ്കിലും അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിക്ക ബോട്ടിൽ ആർട്ടിനും ആൻറ്റിക്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്ലാക്കാണ് അടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ ബ്ലൂ അടിക്കുന്നത്. അപ്പോൾ ഒരു കോട്ട് അടിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ഒരു ഒറ്റ കോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടി. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയപ്പോഴേക്കും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഗോൾഡൻ കളറൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ടച്ച് ചെയ്ത് കൊടുക്കണം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു റിസീവറാണ് ചെയ്തെടുക്കേണ്ടത്. റിസീവർ ചെയ്യാനായിട്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഉണങ്ങിയ കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനോടൊപ്പം 2 അടപ്പൂട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പിൻ്റെ ഇരുഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു അടപ്പുകൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ മിക്കതും ഒട്ടിച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്കോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ ഒട്ടിക്കിട്ടാൻ അല്പം താമസം ഉണ്ടെങ്കിലും
പിന്നെ ഒട്ടിക്കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞൊന്നും പോരത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഇത്തിരി ക്ഷമയോടുകൂടി എന്താ പറയുന്നത് ഒന്ന് ഒട്ടിച്ചെടുക്കണം, അതൊരു ടാസ്ക്കാണ്. പക്ഷെ ഒട്ടിക്കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞൊന്നും പോരത്തില്ല കേട്ടോ. അപ്പം ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലെ ചെയ്ത പോലെ തന്നെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് ഗോൾഡനൊക്കെ ടച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ആ ഒരു കണക്ടർ ഉണ്ടല്ലോ ഒരു ഫോണിൻ്റെ, അത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ പഴയ ഫോണൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല. അതിന് പകരം ഞാൻ ഇത്തരത്തിലൊരു വള്ളിയാണ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ചരടോ വള്ളി എന്തെങ്കിലും എടുത്താൽ മതി. വെള്ളയോ മറ്റ് കളറൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്ലാക്ക് അടിച്ചെടുക്കേണ്ടതായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിസീവർ നമുക്ക് കുപ്പിയിലേക്ക് ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കണക്ടർ ജസ്റ്റ് ഞാനൊരു കുപ്പിയുടെ പുറകിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ ഫൈനൽ ലുക്ക് ഇത്തരത്തിലാണ് കേട്ടോ വരുന്നത്. ക്ലേ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.